അയ്യോ ഞാൻ ചുമ്മാ ലൈവ് വന്നേട്ടോ, പ്രത്യേകിച്ച് വിശേഷം പറയാനൊന്നുമില്ല. ഈ ബോറടിക്കുകയായിരുന്നു. രാവിലെ തൊട്ട് ഒന്നുമില്ല ചെയ്യാൻ, ഉറങ്ങുക, എഴുന്നേക്കുക, തിന്നുക. അപ്പൊ ഇങ്ങനെ ബോറടിച്ചപ്പോ ഞാൻ വിചാരിച്ചു ലൈവില് വരാം. 12th ക്ലാസ് കഴിഞ്ഞു ചൈതന്യ. ക്ലാസ് ഒക്കെ കഴിഞ്ഞു, ഇനി എക്സാമിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. ചൈതന്യ 12th ആണോ പഠിക്കുന്നത്? എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? ഞാൻ CBSE ആണ്, സോ എക്സാം ഇതുവരെ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല. ട്രിവാൻഡ്രം എവിടെയാണ്? ഞാൻ മണ്ണന്തലയാണ് ട്രിവാൻഡ്രത്ത്. അപ്പൊ പത്തനംതിട്ടയല്ലേ? പത്തനംതിട്ട നാടാണ്. ഞാനിപ്പോ പഠിക്കുന്നത് ട്രിവാൻഡ്രമാണ്. ഞാൻ 6th തൊട്ട് ട്രിവാൻഡ്രത്താണ് പഠിക്കുന്നത്. ഞാൻ ജനിച്ചത് പത്തനംതിട്ടയാണ്. ഓക്കെ, അവിടെ അമ്മ പറഞ്ഞു തരും കേട്ടോ. അത് തന്നെ ഒരു പരിപാടിയല്ലേ, തിന്നുക ഉറങ്ങുക. ശരിയാ, തിന്നുക എന്ന് പറഞ്ഞാ ഇങ്ങനെ വായിൽ ഫുഡ് വെച്ചിട്ട് കഴിച്ചവയ്ക്കണം, പിന്നെ ഉറങ്ങാന്ന് വെച്ചാൽ കണ്ണടച്ച് സ്വപ്നം കാണാന്ന് ഉറങ്ങണം. പക്ഷെ ആ തെലുങ്ക് പാട്ട് പാടും. അയ്യോ, അത് ഇനി എന്നെ കൊണ്ട് പറ്റത്തില്ല പാടാനായിട്ട്. എനിക്ക് അത് ഒറ്റ തവണേ വരുത്തുള്ളൂ. കാര്യം ശ്രുതി പിന്നെ ഓർക്കസ്ട്ര ഇല്ലാത്തതുകൊണ്ട് എനിക്ക് ഒട്ടും പറ്റത്തില്ല. ഞാനിപ്പോ ഓർക്കസ്ട്ര വെച്ചിട്ടേ പാടാറുള്ളൂ. ഓർക്കസ്ട്ര ഇല്ലെങ്കിൽ പാടാൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ലവ് യു ടു. ലോക്ക്ഡൌൺ ആയാൽ ഷൂട്ടിംഗ് നിർത്തി വെക്കില്ലേ സ്റ്റാർ മാജിക്? വെക്കുമല്ലോ. പഠിപ്പിയാണോ? അമ്മ പറയുന്നു തലയാട്ടുന്നു ആണെന്നു, പക്ഷെ എനിക്ക് തോന്നുന്നില്ല. ഹായ് ചൈതന്യ. ഹായ്. സ്മൈൽ ഒരു രക്ഷയില്ല, എന്തോ ചെയ്യാന്, ജന്മന അങ്ങനെ പോയിന്നേ. ദ ലോസ്റ്റ് കിഡ്. ഹലോ, ഹായ്. ലവ് യു ചേച്ചി. ലവ് യു ടു. ജിത്തു 54. ഹായ്. സുഖാണോ? ചൈതു ചേച്ചി ഉയർ. ഹായ് എന്റെ കുട്ടികള്. ഹായ് ഹായ് മോളെ. പാമ്പിള്ളേരെ എല്ലാവരും കുഞ്ഞു കുഞ്ഞു കുട്ടീസാണ്. ഹലോ, ഹായ്. പാറൂസ് പാറു. ഹായ് ഹായ്. നിങ്ങളെല്ലാം ഹായ് മാത്രമാണല്ലോ പറയുന്നത്. ഷോ, ഇതെന്ത്? അലോയ് സുഖം തന്നെ. സുഖം സുഖം. എല്ലാവർക്കും ഹായ്. എനിക്ക് സുഖമാണ്. ഇനി വേറെ ചോദ്യങ്ങൾ ചോദിക്കൂ. സുന്ദരി കുട്ടി സ്റ്റാർ മാജിക്കിലെ സ്റ്റാർ ആണ്. പക്ഷെ അങ്ങനൊന്നും ഇല്ല. ലോക്ക്ഡൌൺ ആയിട്ട് എന്താ പരിപാടി? ലോക്ക്ഡൌൺ ആയിട്ട് പ്രത്യേകിച്ച് പരിപാടി ഒന്നുമില്ല. പഠിച്ചു തുടങ്ങണം എന്നുണ്ട് എനിക്ക്. കൊമേഴ്സ് ആണോ അല്ല സയൻസ് ആണ്? +2 പഠിക്കുവാണോ അതോ പഠിച്ചു കഴിഞ്ഞോ? +2 പഠിക്കുന്നു എന്നുവെച്ചാ ഇനി ഇപ്പൊ എക്സാം എഴുതണം. എക്സാമിന് വേണ്ടി വെയിറ്റിംഗ് ആ. CBSE ആ. കിറ്റ്കാറ്റ് ബോയ് മാഡം ബിഗ് ഫാൻ ആണ്. ഞാൻ എപ്പോഴാണെന്ന് അറിയോ മനുവേട്ടാ, ഞാൻ മെനഞ്ഞാന്ന് മനുവേട്ടന്റെ അക്കൗണ്ട് നോക്കിയായിരുന്നു. അപ്പോഴാണ് മനുവേട്ടൻ അയച്ച ഒരു വീഡിയോ ഞാൻ കാണുന്നത്. അപ്പൊ ഞാൻ അതിന് മെസ്സേജ് അയച്ചു, പിന്നെ റിപ്ലൈ അയച്ചായിരുന്നു. എനിക്ക് ഞാൻ കണ്ടില്ല, ഞാൻ ശ്രദ്ധിച്ചില്ല. എന്നാലും മനുവേട്ടനൊക്കെ എന്റെ ലൈവില് വന്നെങ്കിൽ എന്തോ വേണം. എവിടെയാ ഡാൻസ് പഠിച്ചത്? ഞാൻ കൊല്ലത്താണ് പഠിക്കുന്നത്, ലാൽകുമാർ എന്ന് പറയുന്ന സാറിന്റെ അടുത്ത്. ഫൗസിയ ചേച്ചി ഹായ്. ബിനുവടിമാലി ഉയർ. ബിനിച്ചേട്ടൻ ഉയർ. സയൻസ് അപ്പോ പഠിപ്പി തന്നെ ഏറെക്കുറെ കണ്ടുപിടിച്ചു. അമ്മ എന്തിയാ? അമ്മയെ തിരക്കിന്ന് പറയണേ. അമ്മ ഇവിടെ ഉണ്ടടാ, അമ്മനെ തിരക്കിന്ന് പറയാട്ടോ. ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? സർവോദയ സെൻട്രൽ വിദ്യാലയ. നല്ല സ്കൂളാ. ചേച്ചി സിസ്റ്റേഴ്സ് ഉണ്ടോന്നാണോ? എനിക്ക് സിസ്റ്റേഴ്സ് ഒന്നും ഇല്ല, സിബ്ലിങ്സ് ഇല്ല എനിക്ക്. നമ്മളെയൊക്കെ അറിയോ സ്റ്റാർ മാജിക് ഫാൻ ഗ്രൂപ്പ്? ഞാൻ ഇന്ന് കണ്ടിരുന്നല്ലോ, എന്ത് മെൻഷൻ ചെയ്തിരുന്നോ? ഞാൻ ഇന്ന് കണ്ടിരുന്നു, അക്കൗണ്ട് ഞാൻ ശ്രദ്ധിച്ചായിരുന്നു ഇന്ന്. ചേച്ചി നമ്പർ തന്നില്ല. അയ്യോ, എനിക്ക് നമ്പർ ഇല്ല. ഓർമ്മയുണ്ടോ മോൻഗേൾ? ഹായ് റോഷൻ ചേട്ടാ. എന്നാ ചോദ്യം, ഓർമ്മയുണ്ടോന്നൊക്കെ? ഒരു ചോദ്യം ഞാൻ സ്കിപ്പാക്കി. ഷിയാസ് ബ്രോ ലക്ഷ്മി ലവേഴ്സ് ആണോ? അല്ലല്ലോ. അല്ല. ഞാൻ ഉയർ പറ. ഓക്കെ, അതെങ്ങനെ പറയും? ഞാൻ സ്വന്തമായിട്ട് എന്നെ പൊക്കുന്ന പോലെ ആയിപ്പോതില്ലേ. അമ്മയുടെ ഫോട്ടോ ഉണ്ടോ? എന്തിനാ ചിരിച്ച അമ്മ? ഞാൻ കൊടുക്കത്തില്ല. ഉണ്ടെങ്കിലും ഞാൻ എന്റെ അമ്മയുടെ ഫോട്ടോ ആരെ കാണിക്കത്തില്ല. എനിക്കതൊന്നും ഇഷ്ടമില്ല, എനിക്കിഷ്ടമില്ല. പക്ഷെ ചേച്ചി സുഖാണോ? അതേലോ. ഞാൻ കുറെ മെസ്സേജ് സ്കിപ്പാക്കി കളഞ്ഞു കേട്ടോ, സോറി ഗൈസ്.
അതെന്താ സ്കൂളിന്റെ കാര്യം പറയുമ്പോൾ ഒരു ചിരി. എനിക്ക് സന്തോഷം കൊണ്ടിരിക്കാൻ വയ്യ. സ്കൂളിനെ പറ്റി ആലോചിക്കുമ്പോൾ ഞാൻ അഭിമാന പുളകിതയാകുന്നു. ചേച്ചി എത്ര ഏജിലാ മോഡലായിരുന്നു? അങ്ങനെ എങ്ങാണ്ടാണോ ചോദ്യം? ഞാൻ അതിന് മോഡലാണോ ഗൈസ്? എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. ഞാൻ അങ്ങനെ പ്രൊഫഷണൽ മോഡലോ ഒരു കമ്പനിയിൽ അങ്ങനെയൊന്നും ഇല്ല. ചേച്ചീനെ എനിക്ക് ഭയങ്കര എന്താ മൻഹട്ടൻ എന്താ മോളെ എന്തർത്ഥം? ഹായ് ചേച്ചി. ഹായ് ഫവസ്. ഹായ് 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 ഹായ്. ഹലോ ഹായ് 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 ഹായ്. ചേച്ചി ഐ എം യുവർ ബിഗ് ഫാൻ. താങ്ക് യു സോ മച്ച്. ഹായ് ഹായ് ഹായ്. എന്നെ അറിയോ? ഗോഡ്വിൻ അറിയില്ലല്ലോ. ഈ ഫോൺ ഒറ്റ മിനിറ്റ്. വീണു. ഷോർട്ട് ഫിലിം ചെയ്യാൻ താല്പര്യമുണ്ടോ? ഇല്ലല്ലോ, താല്പര്യമില്ലല്ലോ. എന്നമ്മ എന്തോ ഗൈസ് വെയിറ്റ് ഗൈസ്, എൻ്റെ ഇതൊന്ന് കുളമായി പോയി. ഓക്കെ, ഞാൻ ഇപ്പൊ ഇങ്ങനെ പിടിച്ചേക്കാണ്. ചേച്ചി സുഖമാണോ? അതേല്ലോ, സുഖമാണല്ലോ. ഇതിപ്പോ താഴെ വീഴും, എന്നെ ആരും ഒന്നും പറയരുത്. അയ്യോ എന്റെ ഫോൺ ഞാൻ എടുത്തിട്ട് വെക്കാം. എന്താ ഇരിക്കാത്ത? സോറി ഗൈസ്, ഞാൻ ഒത്തിരി 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 മെസ്സേജസ് സ്കിപ്പാക്കി. എല്ലാവരോടും അന്വേഷണം പറയുമോ ചേച്ചി? എല്ലാവരോടും അന്വേഷണം പറയാട്ടോ. ഫേസ് എന്താ ഫേസ് ഫിയർ എങ്ങനെയാ? എന്താ ഞാൻ ഫേസിൽ എന്താ യൂസ് ചെയ്യുന്നതാണോ? ഞാനൊന്നും യൂസ് ചെയ്യാറില്ല. ഞാൻ അങ്ങനെ യൂസ് ചെയ്യാറില്ല ഫേസിൽ, അങ്ങനെ ഒന്നും യൂസ് ചെയ്യാറില്ല. ഫോട്ടോഷൂട്ടിന് താല്പര്യമുണ്ടോ? അഭിച്ചേട്ടാ, എനിക്ക് ഫോട്ടോഷൂട്ടിന് ഭയങ്കര താല്പര്യമുണ്ട്. ഞാനൊരു 1 വീക്കിനുള്ളിൽ വരുന്നതാണ് അങ്ങോട്ട്. പറ്റത്തില്ലല്ലേ, ലോക്ക്ഡൌൺ ആണല്ലേ. ഞാൻ 1 വീക്കിനുള്ളിൽ വരും. എങ്ങനെയായാലും ഞാൻ വന്നിരിക്കും. എങ്ങനെ വരും ഞാൻ? എനിക്ക് വരണം എന്നുണ്ട്. സ്റ്റാർ മാജിക്കിൽ നിന്ന് ഓക്കെ, സ്കിപ്പ് ചെയ്തു ഞാൻ ആ ക്വസ്റ്റ്യൻ ഫുള്ള് വായിച്ചില്ല. എന്തോ റവന്യൂ എന്തോ ആയിരുന്നു ചോദ്യം. ചേച്ചി സത്യവ ലവ് ചെയ്യുമോ? അതാരാ സത്യ? അയ്യോ, ഇടയ്ക്ക് ഞാൻ ഒത്തിരി മെസ്സേജസ് സ്കിപ്പാക്കി കേട്ടോ. കാരണം എന്താന്ന് വെച്ചാല് എന്റെ ഫോൺ താഴെ പോവാൻ പോയി. നിഹാൽ സോനു ഹായ് ചേട്ടാ. ഞാൻ ചേട്ടന്റെ അക്കൗണ്ട് പ്രാവശ്യം നോക്കിയിട്ടുണ്ട്. ഒരാവശ്യമല്ലോ, ഒത്തിരി പ്രാവശ്യം നോക്കിയിട്ടുണ്ട് കേട്ടോ. ഞാനിങ്ങനെ എനിക്ക് കമന്റ്സ് ഇട്ടപ്പോഴാണ് ഞാനിങ്ങനെ ശ്രദ്ധിച്ചത്. ഹായ് 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 ഹായ്. സ്റ്റാർ മാജിക്കിൽ അയ്യോ അതെന്തുവാ, അതെനിക്ക് മനസ്സിലായില്ല. സ്കിപ്പാക്കല്ലേ മോളെ? സ്കിപ്പാക്കില്ല. സോറി. ചൈതു ഹായ്. ചൈതു അത് ഞാനല്ലേ? ഹായ് അംബൂസ് ഹായ്. എന്നാ സുന്ദരിയാ. ഷു, എനിക്ക് വയ്യ. ഫിൽറ്റർ ഉള്ളിടത്തോളം കാലം ഞാൻ വെട്ടിക്കൊല്ലണം. പോകത്തില്ല, വരാൻ പറ്റില്ല, വീട്ടിലിരിക്കുക. സാനിഫ് ഭായ്. സാനിഫ് ഏട്ടാ അങ്ങനെ പറയരുത്. എനിക്ക് എവിടെയെങ്കിലും ഒക്കെ പോകണമെന്നൊരു പൊതു തോന്നത്തില്ലേ ചിലപ്പം. ഞാൻ ആരുടെയോ മെസ്സേജ് കണ്ടല്ലോ. സാറയുടെ മെസ്സേജ് ഞാൻ കണ്ടു. സാറ ഹായ്. കുട്ടൂസൻ ഹായ് ചേച്ചി. ആഹാ എനിക്കൊക്കെ സുഖാണോ? ഇത് ഞാനാണ് സാറ. ഞാൻ കണ്ടു. ഹായ് ചേച്ചി. ഹായ് അമ്മുക്കുട്ടി. യു ആർ സോ ക്യൂട്ട്. ആഹാ, അമ്മയുടെ ഗ്ലാമർ ആണോ കിട്ടിയേക്കണേ? അല്ലല്ല, അച്ഛന്റെ ആണ്. അപ്പൊ അവിടുന്ന് വഴക്ക് പറഞ്ഞു. അമ്മയുടെ ഗ്ലാമർ ആണ് കേട്ടോ. എനിക്ക് ഗ്ലാമർ ഉണ്ടോ? ഞാൻ തന്നെ പറയാ. ഹായ്. ലവ് യു ടു. എപ്പോഴാ ചൈതു ചേച്ചി മീറ്റ് ചെയ്യാൻ പറ്റുന്നത്? അഭിഷേക് ഏട്ടാ, അതാ ഞാൻ ചോദിച്ചിരിക്കുന്നത്. എനിക്ക് നിങ്ങളെ രണ്ടുപേരെ മീറ്റ് ചെയ്യണം എന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. ഞാൻ ഫസ്റ്റിലെ നിങ്ങളുടെ ഒരു വീഡിയോ കണ്ടപ്പോ ഞാൻ വിചാരിച്ചു നിങ്ങൾ രണ്ടും എന്താ പറയുന്നത് സിബ്ലിങ്സ് അല്ല എന്ന് ഞാൻ വിചാരിച്ചത്. പിന്നെയാണ് ഇത് വെച്ചിട്ട് എനിക്ക് മനസ്സിലായി എന്തുവാ അത്. എന്തുവാ അമ്മ പറയുന്നത്? പേര് വെച്ചിട്ടാണ് എനിക്ക് മനസ്സിലായത്. എന്റെ നീ പറയോ? മോളെ ഫുൾ എസ് ആണല്ലോ, എനിക്ക് തിരിയത്തുമില്ലല്ലോ. സിൻസി ലിൻസൺ, നല്ല പേരാട്ടോ. യുവർ ഏജ് ചൈതന്യ? എന്റെ ഏജ് 18 അല്ലേ അമ്മേ?
മാഡം ഹായ്. പ്രതീഷ് നിവിത. പ്രതീഷേട്ടാ പ്രതീഷേട്ടാ. അമ്മ നിനക്ക് ഗ്ലാമർ ആണ്, നിന്നേക്കാൾ ഗ്ലാമർ ആണ്. എന്റെ അമ്മ എന്നേക്കാൾ ഗ്ലാമർ ആണ് കേട്ടോ. അത് പറഞ്ഞ സാനിഫേട്ടന് ഒരു വലിയ കൈയടി ഞാൻ ഈ വേദിയിൽ കൊടുക്കുന്നതാണ്. അത് ഇത് സുഖാണോ ചേച്ചി? അതെല്ലോ സുഖാണല്ലോ. അതെ, അഭിഷേകേട്ടൻ വളരെ വലിയ മനസ്സുള്ള വ്യക്തിയാണ്, എല്ലാരെയും ഫോളോ ചെയ്യും. പൊളിച്ചു ചൈതന്യ കീ ജയ്. അതെ, അമ്പാടിച്ചേട്ടൻ കീ ജയ്. അമ്പാടിച്ചേട്ടൻ എന്തോ ഞാൻ ഇരുട്ട് ഇതൊക്കെ എപ്പോ നിങ്ങൾ ഒപ്പിച്ചു ഈ സംഭവങ്ങളൊക്കെ? സ്റ്റാർ മാജിക് ഷൂട്ടില്ലേ ഇന്ന്? ഇല്ലല്ലോ. ചൈതന്യ അറിയുമോ? ജിഷ്ണു ചേട്ടാ എനിക്കറിയാലോ. എനിക്കറിയാം ജിഷ്ണു ചേട്ടാ എനിക്കറിയാം. ഹലോ, എപ്പോഴാ കാണുന്നത്? അയ്യോ എപ്പോഴാ? എനിക്ക് ഒത്തിരി പേരെ കാണാനുണ്ടല്ലേ. ഞാൻ നിങ്ങളെ ആരെയും കണ്ടിട്ടില്ല. എന്നാടാ മോപ്പെ നമ്മൾ കാണുന്നത്? വലിയ ഒരു ഇത്. അതെ, വലിയ ഒരു ഇത്. ഗൗരവ് ഒഫീഷ്യൽ ഹായ് 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 ഹായ്. ചാട്ടവാറടിക്ക് ശരിക്കും വേദനയുണ്ടോ? ചാട്ടവാറടിക്ക് ശരിക്കും വേദനയുണ്ട്. അത് നമ്മളെ അടിക്കുന്ന ആളെ പോലെ ഇരിക്കും. നല്ല ആൾക്കാരെ അടിക്കുന്നെങ്കിൽ നല്ല വേദനിക്കും. ഫോർ എക്സാമ്പിൾ നമ്മുടെ ശ്വാസക്കൊക്കെ അടിക്കുന്നെങ്കിൽ നല്ല വേദന എടുക്കും, നല്ല വേദന എടുക്കും. പിന്നെ എന്നാ, നെൽസൺ ചേട്ടനൊക്കെ ആദ്യമേ പതുക്കെ അടിക്കായിരുന്നു, ഇപ്പം ഭയങ്കര സ്നേഹമായതുകൊണ്ട് ഭയങ്കരമായിട്ട് അടിക്കും. റിപ്ലൈ തരാത്തോണ്ട് പോവാണെന്ന് ആരോ പറഞ്ഞു, എന്റെ അടുത്ത് അമ്മ പറഞ്ഞു. പോവരുത്, ഞാൻ കാണാത്തോണ്ടാണ് സത്യമായിട്ടും. ഉടനെ കാണും. അതെ അതെ, ലോക്ക്ഡൌൺ ആയിട്ടും റെസ്റ്റ് ഇല്ലാതെ പണിയെടുക്കുന്ന എല്ലാ ഉദ്യോഗസ്ഥരും അഭിനന്ദനങ്ങൾ പറയാമോ? അതെ അതെ അതെ, എല്ലാവർക്കും അഭിനന്ദനങ്ങൾ, ഓൾ ദി ബെസ്റ്റ്. അവരൊക്കെ ശരിക്കും കഷ്ടപ്പെടുന്നുണ്ട് ഈ ടൈമിലൊക്കെ. ലോക്ക്ഡൌൺ കൊറോണ ഒന്നും വേണ്ടായിരുന്നു. ഹായ് ചൈതന്യ, സുഖാണോ? അതേലോ സുഖാണല്ലോ. ചേച്ചി അമ്മയുടെ നെയിം എന്താ? ബിന്ദു. നല്ല പേരാ, ബിന്ദു. ബിന്ദു സി എന്നാണ് അമ്മനെ വിളിക്കുന്നത്. ബിന്ദു പ്രകാശ്. പണ്ട് ബിന്ദു സി ആയിരുന്നു, പിന്നെ കല്യാണം കഴിച്ചപ്പോ ബിന്ദു പ്രകാശ്. സ്റ്റാർ മാജിക്കിൽ യുവർ ഫേവറേറ്റ് പേഴ്സൺ ആരാ? അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ എനിക്ക് ഭയങ്കര പ്രശ്നമാവും കേട്ടോ. എനിക്ക് എല്ലാരും ഫേവറേറ്റ് ആണ്. എനിക്ക് അങ്ങനെ ഒരാളുടെ പേരെടുത്ത് പറയാൻ പറ്റില്ല, എനിക്ക് എല്ലാരും ഫേവറേറ്റാ. അമ്മ ഫാൻ ഫിയർ. മനീഷേട്ടാ വായിച്ചോ? അവിടെ നമ്മ വായിക്കുന്നുണ്ട് കേട്ടോ, കള്ളിയാ. ഞാൻ സ്റ്റാർ മാജിക് തന്നെ എന്നെ കാണാനാണോ? എന്നെ കാണാനൊക്കെ സ്റ്റാർ മാജിക് കാണുമെന്ന് വെച്ചാൽ താങ്ക് യു സോ മച്ച്. എനിക്കത് ഇഷ്ടപ്പെട്ടു. തള്ളിയതാണെങ്കിലും എനിക്കത് ഇഷ്ടപ്പെട്ടു. തള്ളിയതാണോ? അല്ലല്ലേ, ആണോ? അറിയില്ല. ഈ ലോക്ക്ഡൌൺ ഒന്ന് കഴിയട്ടെ കേട്ടോ, എന്തേലും പ്ലാൻ ആക്കണ്ടേ? ആക്കണം നമുക്ക് ആക്കണം മീൻസ് നമുക്ക് കാണണം, പ്ലാൻ ചെയ്യണം, പൊളിക്കണം, തകർക്കണം. ചൈതന്യ പ്രകാശ്. ചേച്ചി TVM എവിടെയാ? ഞാൻ മണ്ണന്തലയാണ്. കാർത്തിക നിതീഷ്. കാർത്തിക ചേച്ചി നിങ്ങൾ എവിടെയാണ്? ഇന്ന് വിളിച്ച് മടുത്തെന്നാണ് എന്റെ അമ്മ പറയുന്നത്. എനിക്കറിയത്തില്ല നിങ്ങൾ എവിടെ പോയി കിടക്കണം. ഞാൻ അവസാനം ജയൻചേട്ടനെ ശല്യപ്പെടുത്താൻ തുടങ്ങി. ഇന്ന് എത്ര കോള് വിളിച്ചെന്നറിയാമോ ജയൻചേട്ടൻ? രാവിലെ തൊട്ട് വിളിച്ചോണ്ടിരിക്കുക, വീഡിയോ താ. ബ്രദർ സിസ്റ്റർ ഉണ്ടോ? ഇല്ലില്ല, അങ്ങനെ ആരുമില്ല. സിബ്ലിങ്സ് ഇല്ല എനിക്ക്. ഹായ് ചേച്ചി. ഹായ് എബ്രഹാം. ബിന്ദു ആന്റി കൊള്ളാം, സൈഡിൽ നിന്ന് വായിക്കുന്നല്ലേ? ഞാൻ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നു, എന്റെ അമ്മ എന്റെ ബാക്കിൽ മീൻസ് റിംഗ് ലൈറ്റിന്റെ ബാക്കിൽ ഇരുന്നിട്ട് വായിക്കുകയാണ്. എന്താ ചെയ്യാന്? ചേച്ചി ഞാൻ ഇന്ന് ചേച്ചിയെ വരച്ചിരുന്നു, അതൊന്ന് സ്റ്റോറി ഞാൻ കണ്ടില്ല കേട്ടോ. ഞാൻ ഉറപ്പായിട്ട് സ്റ്റോറി ആക്കാമേ, ഞാൻ നോക്കിട്ട് ആക്കാമേ. ചേച്ചി ഹായ് 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 ഹായ്. അമ്മേനെ കാണിക്കാം. അയ്യോ അമ്മേനെ കാണിക്കാൻ പറ്റത്തില്ല, അമ്മേനെ കാണിക്കാൻ പറ്റത്തില്ല. അയ്യോ അമ്മേനെ കാണിക്കാൻ പറ്റത്തില്ല ഗൈസ്. അമ്മയോട് പറയട്ടോ, അമ്മ ഇവിടെ കേൾക്കുന്നുണ്ട് കേട്ടാ. ഞാൻ പറഞ്ഞില്ല ഇവിടെ തന്നെ ഉണ്ട്, ഇത് ചെക്കാനാ, വിട്ടു പോകത്തില്ല, കാന്തം പോലെ ഒട്ടിക്കുവാൻ. ബെഞ്ചമിൻ ബ്രൂണോ. യെസ്, നിങ്ങൾ ആരെങ്കിലും ബെഞ്ചമിൻ ബ്രൂണോനെ കണ്ടിട്ടുണ്ടോ? പിന്നെ നിങ്ങൾക്ക് എങ്ങനെ അങ്ങനെ വിളിക്കാൻ തോന്നുന്നു? ന്യൂ പ്രൊജക്റ്റ് വല്ലതും ആയോ? ഇല്ല ഇനിയിപ്പം ഇല്ല, പറയത്തില്ല. ഞാൻ പറയത്തില്ല, സസ്പെൻസാ. +2 ആയിരുന്നോ? +2 ആയിരുന്നു. ഇപ്പോഴുമാണ്. ഞാൻ കഴിയുമ്പോ എല്ലാവരുടെ പറയുന്നതായിരിക്കും. റീൽസ് അഭിനയം അപാരം. അത് അഭിനയല്ല, ഞാൻ ജീവിക്കുകയാണ് ഗൈസ്.
മാഡം അറിയോ വൈശാഖേട്ട സുഖാണോ എവിടെയാണ് ഏജ് എത്ര? ഞാൻ ഇനി പറഞ്ഞു കൊടുത്തു, ഞാൻ ഇനി ബോർഡ് വെച്ചോണ്ടിരിക്കാൻ പോവാ. 17 കഴിഞ്ഞു, 18 ആവാൻ പോകുന്നു. ജൂൺ 23 എന്റെ ബർത്ത്ഡേ. ഇനി അറിഞ്ഞില്ല, പറഞ്ഞില്ല, കേട്ടില്ല എന്നൊന്നും ആരും പറയേണ്ടത്, കേട്ടല്ലോ. അംചു ഹായ്, എന്നെ അറിയോ? എനിക്ക് അറിയാലോ, എനിക്ക് നല്ലോണം അറിയാലോ. ഹായ് ഹായ്. ആരാ? ജിത്തു ചേട്ടനോ? ഉണ്ടായിരുന്നോ? ഓ ഒത്തൊക്കെ ജിത്തു ചേട്ടാ നമസ്തേ. എവിടെയാണ്? കുബുൻ ഖാ എന്താ പറയണ്ടേ? ഖംസമീത ജിത്തു ചേട്ടാ, ഖംസമീത. ഞാൻ വിളിക്കാൻ മോനെ. ഓ എന്റെ കാർത്തിക ചേച്ചി, എനിക്ക് വയ്യ. ഫ്രീ ആകുമ്പോ വിളിക്കട്ടോ. ചൈതമ്മ, സൂര്യചേട്ടാ ഞാനീ കാണുന്നത് ആരെയാണ്? സൂര്യചേട്ടനെയോ? എന്നെ അറിയുമോ? സൂര്യചേട്ടാ അങ്ങനെ ചോദിക്കരുത്, എനിക്ക് വിഷമം തോന്നും സൂര്യചേട്ടാ. ഇപ്പോഴും ഞാനും ഉണ്ണിമായ ചേച്ചിയും ദത്തനും കൂടെ കൂടുമ്പോ ഞങ്ങൾ എല്ലാ ദിവസവും സൂര്യചേട്ടനെ പറ്റി പറയും. നല്ല രസമായിരുന്നു, അയ്യോ നമ്മൾ അന്ന് ചിക്കുഷേക്ക് കുടിച്ചത് ഓർമ്മയുണ്ടോ, അന്ന് 2 മണിക്ക് അങ്ങനെ പോയത് ഓർമ്മയുണ്ടോ, അമ്മേനെ ഓർക്കി കിടത്തിയത് ഓർമ്മയുണ്ടോ, എപ്പോഴും ഇത് പറയും സൂര്യചേട്ടാ. എന്ത് രസമായിരുന്നു അതൊക്കെ. ദീക്ഷേട്ടാ, ഞാൻ ദീക്ഷേട്ടന്റെ മെസ്സേജ് കണ്ടായിരുന്നു കേട്ടോ. ലൈസൻസ് വേണം ദീക്ഷേട്ടാ. ഹായ് ദീക്ഷേട്ടാ പോയി തോന്നുന്നു, കുറച്ചു നേരമായിരുന്നു മെസ്സേജ് ഇട്ടിട്ട്. ഹായ് ഹായ് ഹായ്. ഇന്ന് സ്റ്റാർ മാജിക് ഇല്ലേ? ഉണ്ടല്ലോ, സ്റ്റാർ മാജിക് ഉണ്ടല്ലോ ചേച്ചി. ഇന്ന് സ്റ്റാർ മാജിക് ഉണ്ടല്ലോ, സ്റ്റാർ മാജിക് ഉണ്ടല്ലോ. യുവർ ഐസ് ലുക്ക് സോ ക്യൂട്ട്, താങ്ക് യു. സ്റ്റാർ മാജിക്കിലെ ബെഞ്ചമിൻ ബ്രൂണോ ചേച്ചി ഹായ്. ബിഗ് ഫാൻ ഫ്രം ആന്ധ്രാപ്രദേശ്. അയ്യോ താങ്ക് യു സോ മച്ച്. ഞാനൊരു 8 ഒരു 15 16 17 18 ആവുമ്പോ പോവാം അല്ലെ? 8-18 പോവാം. ഓവർ ആക്ടിങ്, അതെ എവിടെങ്കിലും ഒക്കെ ആക്ട് ചെയ്യണ്ടേ, അപ്പൊ ഞാൻ ഓവർ ആക്കും. വല്ല വിരോധം ഉണ്ടോ? ആരാ? എന്റെ അമ്മ. I love you. Thank you. Hi ചേച്ചി. ഹായ് ഹായ് ഹായ്. ആദർശ് ആദു. ഹായ് ആദർശ് ആദു. ഫിലിം ഓർ ഷോർട്ട് ഫിലിം മോർ ഇഷ്ടം? ഫിലിം. എക്സാം കഴിഞ്ഞില്ലാന്നേ. തലയിൽ തോർത്താണ്. അയ്യോ ഇത് ട്രെൻഡാണെന്ന് പറയുന്നത് കേട്ടോ ആരോ. എക്സാംസ് ഉണ്ടാവൂല അല്ലേ, അതിന്റെ സമാധാനമാണെന്ന് തോന്നുന്നു. ഇല്ലെന്ന് എക്സാംസ് ഉണ്ട്, അത് ഉറപ്പുണ്ട്. എന്നാണോ എന്തോ ഇനി അമിട്ട് പൊട്ടിക്കാനായിട്ട് എക്സാംസ് എന്നും പറഞ്ഞവര് വരുന്നത്. തമ്പുരാൻ ഹലോ ഏട്ടാ. ഗൊമാവോ എന്ന് വെച്ചാ എന്തുവാ? ഗൊമാവോ എന്ന് വെച്ചാ എന്നാ ജിത്തു ചേട്ടാ? ഗൊമാവോ. ചൈതുമ്മ ക്യൂട്ട് ഗേൾ. ഓ ഇത് നമ്മുടെ ആളല്ലേ. ആഹാ, നമ്മുടെ ആൾക്കാരൊക്കെ വന്നു. ആഹാ, ബിഗ് ഫാൻ, താങ്ക് യു സോ മച്ച്. അറിയോടാ എന്നെ വൈശാഖേട്ട? എനിക്ക് നല്ലോണം അറിയാം വൈശാഖേട്ടനെ. എന്താ വൈശാഖേട്ട ഇങ്ങനെയൊക്കെ ചോദിക്കുന്നേ? ശ്രീജിത്ത് ശോഭന ഏട്ടാ. ഹായ് 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 ഹായ്. ബിഗ് ഫാൻ ആണ്, 4th ആണ് പഠിക്കുന്നത്. ഹായ് പറയോ? ഹായ്. അയ്യോ ഞാൻ പേര് നോക്കട്ടെ. അയ്യോ പേരില്ലല്ലോ. എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. ഐ ലവ് യു, താങ്ക് യു സോ മച്ച്. എനിക്കൊരു ചാൻസ് തരുമോ? എന്തിന്? അല്ല എന്ത് ചാൻസ്? മനസ്സിലായില്ല. ലവ് ഉണ്ടോ? ഇല്ല, സമയമില്ല അതിനൊന്നും. സോ ബിസി. എല്ലാം പഠിച്ചോ? എക്സാമിന് തുറന്നിട്ടില്ല പുസ്തകം. ഇന്നലെ ഞാൻ പെട്ടിക്കകത്തുനിന്ന് എന്റെ ബുക്സ് കണ്ടുപിടിച്ചു, നിങ്ങൾക്കറിയാമോ? അപ്പൊ എന്റെ ബുക്സ് ഒക്കെ എവിടെയാണെന്നൊന്നും എനിക്ക് അറിയത്തില്ല. അച്ഛൻ നിന്റെ ഷോ കാണുന്നുണ്ട്, നിന്നെ എന്നും അന്വേഷിക്കും. അയ്യോ ഞാൻ അവിടെ നിന്നും പകുതി വെച്ചിട്ട് ഇറങ്ങി വന്ന് എന്നെ നസ്രുദ്ദീൻ സാറിന്റെ അടുത്ത് പറയണം, സാർ ഞാൻ പഠിക്കുന്നുണ്ടെന്ന് പറഞ്ഞു, പഠിക്കുന്നില്ല എന്ന് പറയണം, പഠിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. സാറിനൊരു സന്തോഷമായിക്കോട്ടെ. അതെന്നേന്നോ എന്നാ. ബൈ ഡ്രാഗ് ഹണ്ടർ, ബൈ. ഹായ് ബൈ. യുവർ ഏജ് എത്ര? ഇനി ഇത് ചോദിക്കുന്നവരുടെ തല പൊട്ടിത്തെറിയുന്നു. ഇപ്പൊ എന്റെ ഏജ് 17 കഴിഞ്ഞു, ഞാൻ 18 ആവാൻ പോവാ.
ചാട്ടവാറടി കൊണ്ട് വേദന ഉണ്ടോന്നല്ലേ ഉദ്ദേശിച്ചത്? ചാട്ടവാറടി വേദന ഉണ്ടോ? ചാട്ടവാറടി വേദനയുണ്ട്, സത്യമായിട്ട് വേദനയുണ്ട്. അത് അടിക്കുന്ന ആളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നല്ല വേദനിക്കും. ചൈതു സുഖാണോ? നീരജ ചേച്ചി സുഖാണല്ലോ. അജ്മൽ ഫൈറൂസ് ഹലോ ഹായ് അജ്മൽ. എന്നെ അറിയുമോ? അയ്യോ എനിക്ക് നമ്മൾ കണ്ടിട്ടുണ്ടോ? ഞാൻ പറഞ്ഞതാ നീ പ്രേമിക്കാന്ന് കേൾക്കണ്ടേ? ബിന്ദു അമ്മ കാണണ്ട, കൊല്ലും എന്നെ. ഇല്ല അമ്മ കണ്ടാലും സീനൊന്നുമില്ല. അമ്മയ്ക്ക് എന്നെ നല്ലോണം അറിയാവുന്നത് കൊണ്ട് സീനൊന്നുമില്ല. ബെഞ്ചമിൻ ബ്രൂണോ യെസ്. എനിക്കൊരു ചാൻസ് തരുമോ ലൈവിൽ വരാൻ പ്ലീസ്? ഞാൻ ലൈവിൽ ആഡ് ആക്കണം എന്നുണ്ട്. ഇനി ഒരു ലൈവ് ഇടുമ്പോൾ ഞാൻ എല്ലാവരെയും ആഡ് ആക്കുന്നതായിരിക്കും. ബിക്കോസ് ഞാൻ 8:18 പോകും എന്ന് പറഞ്ഞിരിക്കുകയാണ് ലൈവിൽ നിന്ന്. നല്ല സമയമല്ലേ 8:18. ജിത്തു ചേട്ടൻ ഓക്കെ. ജിത്തു ചേട്ടൻ ഇത് മനഃപൂർവ്വം അയക്കുന്നതാണ്. ജിത്തു ചേട്ടാ പാടില്ല നമ്മൾ അയ്യോ പാട്ട് മാറിപ്പോയി. അങ്ങനല്ല, നല്ല പാട്ട്. ഐ മീൻ അങ്ങനെ അയക്കാൻ പാടില്ല. ഐസ് ബക്കറ്റ് ചലഞ്ച് കണ്ടു ജസ്റ്റ് ബിഫോർ. സംഗീതം പഠിച്ചിട്ടുണ്ടല്ലേ? അതെ, ഞാൻ ശാസ്ത്രീയമായിട്ട് സംഗീതം പഠിച്ചിട്ടുണ്ട്. ഞാൻ 12 വർഷം സംഗീതം അഭ്യസിച്ചിരുന്നു. നെൽസൺ ചേട്ടനെ തല്ലി മടുത്തോ? ഇല്ല, നെൽസൺ ചേട്ടനെ തല്ലി മടുക്കാൻ പറ്റുമോ? പിന്നെ ഞാൻ നെൽസൺ ചേട്ടന് ടാസ്ക് കൊടുക്കുന്നത് എന്താന്ന് വെച്ചാൽ നമ്മൾ മൂത്തവരെ അടിക്കാൻ പാടില്ലല്ലോ. അതുകൊണ്ട് ഞാൻ ടാസ്ക് കൊടുത്ത് മനഃപൂർവ്വം തോറ്റു കൊടുക്കുന്നതാണ്. എന്റെ ഭയങ്കര വിശാലമായ മനസ്സായിരുന്നു, നിങ്ങളത് മനസ്സിലാക്കണം. പാവം അമ്മ. അതെ എടോ എന്തോ കരുക വയൽ കുരുവി. അയ്യോ അത് പാടത്തില്ല. ഞാൻ പാട്ട് പാടത്തില്ല ഗൈസ്, അതുകൊണ്ടാ. 8:16 2 മിനിറ്റ് കൊണ്ടുണ്ട്. എന്റെ പേരൊന്ന് പറയാമോ? കുട്ടുശ്രീ. ഹായ് കുട്ടുശ്രീ. ഒരു ഹായ് പറയുമോ? ആൻ ആൽക്കഹോളിക് മെന്റൽ. ഹായ് കൂയി. ഹായ് ദിയ. അമ്പാടി സ്റ്റാർ വേഴ്സ്. ഞാനും 8:18 പോകും ട്ടോ. സോറി വാടിച്ചേട്ടാ, കൊഞ്ഞും മനുഷ്യ നിങ്ങളെ ഞാൻ. വാടിച്ചേട്ടാ എന്തോ പരിപാടി? എത്ര നാളായി കണ്ടിട്ട്. നമുക്ക് ചുമ്മാ ഫോട്ടോ ഒക്കെ എടുക്കണ്ടേ? സോറി, വലിയ ബിസിയാണെന്ന് എനിക്കറിയാം. അപ്പൊ എന്താ, ഞാൻ അങ്ങോട്ട് തിരികട്ടെ. സമയായി ഗൈസ്, സമയായി. ഇനി പോയിട്ട് വേണം കഴിക്കാനായിട്ട്. കഴിച്ചിട്ട് വേണം വീട്ടിലെ ജോലി നോക്കാനായിട്ട്. പിന്നെ അമ്മ ഞെട്ടുന്നു ജോലി നോക്കാനായിട്ടെന്നൊക്കെ പറഞ്ഞപ്പോ. നോബിച്ചേട്ടന്റെ കൗണ്ടർ അടിച്ചു കൊള്ളാമോ? നോബിച്ചേട്ടന്റെ കൗണ്ടർ കൊള്ളാമോ എന്നാണോ? അതൊക്കെ ലെജൻസ് അല്ലേ, കിടുവായിട്ടല്ലേ അവരൊക്കെ പറയുന്നത്. നോബിച്ചേട്ടൻ, ബിനു ചേട്ടൻ എല്ലാരും കിടുവായിട്ട് പെട്ടെന്ന് പറയണത്. ഷാൻറ്റോ ഫോട്ടോഗ്രാഫി. ഹായ് ചേട്ടാ. ഹായ്. തേജ തങ്കു. ഒറിജിനൽ തങ്കു ആണോ? ഒറിജിനൽ ആണോ അതോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ? ഓക്കെ ബൈ. യെസ് ഗൈസ്, സമയമായിരിക്കുന്നു, ഞാൻ പോവുകയാണ്. അമ്മ ഞാൻ പോവാട്ടോ. ഹായ്. അപ്പൊ ബായ് പറയാനുള്ള സമയമായി. ഞാൻ ചുമ്മാ ലൈവ് വന്നതാണ്. എന്താ പറയണേ, പെട്ടെന്ന് വന്നിട്ട് പെട്ടെന്ന് പോവാമെന്ന് വിചാരിച്ചതാ. പക്ഷെ ലൈവ് വന്നിരുന്നപ്പോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കുറച്ച് സംസാരിക്കാന്ന് വിചാരിച്ചു. സ്പീക്ക് ഇൻ തമിഴ് എന്നെ പേശണം. എനിക്ക് തമിഴ് നല്ല തെരിയുമേ. അപ്പൊ എന്താ പറയാ, അപ്പം താങ്ക് യു സോ മച്ച് ഗൈസ്, എന്റെ ലൈവിൽ ഇത്ര നേരം ഇരുന്നതിന്, സപ്പോർട്ട് തരുന്നതിന് താങ്ക് യു. ടാറ്റാ, ബൈ. അപ്പൊ എന്താ, അപ്പൊ ഒന്നുമില്ല. അപ്പൊ എന്റെ എക്സാംസ് ഒക്കെ വരുന്നുണ്ട്. അപ്പൊ നിങ്ങളൊക്കെ പ്രാർത്ഥിക്കണം എനിക്ക് നല്ല മാർക്ക് കിട്ടാനായിട്ട്. അപ്പൊ ഞാൻ പോവുകയാണ്. ടാറ്റാ, ബൈ.